അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. മദ്രസയിൽ നിങ്ങൾ ഈ പാഠം പഠിച്ചിട്ടുണ്ടാകും. എന്നാൽ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനും പാഠത്തിലെ പ്രധാന ഭാഗങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനും പരീക്ഷകൾക്ക് നല്ല രീതിയിൽ തയ്യാറെടുക്കാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. പാഠപുസ്തകത്തിലെ വിഷയങ്ങൾ ലളിതമായ ഭാഷയിൽ വിശദീകരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അതിനാൽ വീഡിയോ മുഴുവൻ ശ്രദ്ധയോടെ കാണുക, പ്രധാന പോയിന്റുകൾ കുറിച്ചു വെക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വീഡിയോ ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ പാഠത്തിലേക്ക് കടക്കാം. മദ്രസയിൽ നിങ്ങൾക്ക് ഉസ്താദ് നന്നായി പാഠഭാഗം വിശദീകരിച്ച് തന്നിട്ടുണ്ടാവാം. എന്നാലും ഒരിക്കൽ കൂടി നമ്മൾക്ക് ആ പാഠഭാഗം നോക്കിയാൽ മാത്രമേ അത് മനസ്സിൽ നന്നായി ഉറക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും. അപ്പോൾ താരീഖിലെ 4ാമത്തെ പാഠമാണ്. നമുക്ക് നോക്കാം. 4ാമത്തെ പാഠത്തിൻ്റെ പേര് മദീന കരാർ എന്നാണ്. 3 പാഠങ്ങളും മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയി കാണുക. അപ്പോൾ തുടങ്ങാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വരുമ്പോൾ മദീനയിൽ മുസ്ലിങ്ങൾ വളരെ ന്യൂനപക്ഷമായിരുന്നു. എന്നിട്ടും മദീന ദഅവത്തിന് അനുയോജ്യമായ നാടായി. മദീനയിൽ വ്യത്യസ്ത ഗോത്രങ്ങളിൽ നിന്നുള്ള ആളുകൾ താമസിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വരുമ്പോൾ മദീനയിൽ മുസ്ലിങ്ങൾ വളരെ ന്യൂനപക്ഷം ആയിരുന്നു. എന്നിട്ടും മദീനയിൽ ദഅവത്തിന് അനുയോജ്യമായ നാടായിട്ട് മാറി. മദീനയിൽ വ്യത്യസ്ത ഗോത്രങ്ങളിൽ നിന്നുള്ള ആളുകളും താമസിച്ചിരുന്നു. ഏതായിരുന്നു വ്യത്യസ്ത ഗോത്രങ്ങൾ? 3 ആയിട്ട് ഇവിടെ തരംതിരിച്ചിട്ടുണ്ട്. ഔസ്, ഹസ്റജ് ഗോത്രങ്ങളിലെ അൻസാറുകളായ മുസ്ലിങ്ങളായിരുന്നു ഒരു ഗോത്രക്കാർ. പിന്നെ ബനു കൈനുക, ബനു ഖുറൈള, ബനു നളീർ എന്നീ ജൂതഗോത്രങ്ങളായിരുന്നു രണ്ടാമത്തേത്. ഇതുവരെ ഇസ്ലാമിലേക്ക് മതം മാറിയിട്ടില്ലാത്ത ബഹുദൈവ വിശ്വാസികളും ഉണ്ടായിരുന്നു. മൂന്നെണ്ണം. ഒന്ന് ഔസ്, ഹസ്റജ് ഗോത്രങ്ങളിലെ അൻസാറുകളായ മുസ്ലിങ്ങൾ, പിന്നെ ജൂതഗോത്രങ്ങളായ ബനു കൈനുക, ബനു ഖുറൈള, ബനു നളീർ എന്നീ ജൂതഗോത്രങ്ങൾ. ബഹുദൈവ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം കൂടുതൽ ദൈവങ്ങളെ ആരാധിക്കുന്നവർ. അവർ ഇസ്ലാമിലേക്ക് മതം മാറാത്തവരും ബഹുദൈവ വിശ്വാസികളുമായിട്ടുള്ള ആൾക്കാരാണ് മൂന്നാമത്തെ ആൾക്കാർ. അങ്ങനെ 3 ഗോത്രങ്ങളായിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. വ്യത്യസ്ത വിശ്വാസങ്ങളും ആചാരങ്ങളുമുള്ളവരെല്ലാം ഒരേ സ്ഥലത്ത് താമസിക്കുമ്പോൾ അവരുടെ ജീവിതം ക്രമീകരിക്കാനും തർക്കങ്ങളില്ലായ്മ ചെയ്യാനും ഒരു സംവിധാനം ആവശ്യമായി വരുമല്ലോ. അതായത് ഈ ഒരു വ്യത്യസ്തമായ ആൾക്കാർ, ഔസ്, ഹസ്റജ് ഗോത്രങ്ങളിലെ മുസ്ലിങ്ങൾ, പിന്നെ ബനു കൈനുക, ബനു നളീർ, ബനു ഖുറൈളയിലെ ജൂതഗോത്രക്കാർ, പിന്നെ ഇവരിൽ ആരിലും പെടാത്ത ബഹുദൈവ വിശ്വാസികളും ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു മദീനയിൽ ഒരേ സ്ഥലത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള തർക്കങ്ങൾ ക്രമീകരിക്കാനൊക്കെ അവിടെ ഒരു സംവിധാനം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതിനായി നമ്മുടെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ വിഭാഗങ്ങളുടെ നേതാക്കളോടൊപ്പം ഇരുന്ന് ഒരു കരാറുണ്ടാക്കി. അത് പിന്നീട് മദീന കരാർ എന്നറിയപ്പെട്ടു. മദീന കരാർ എന്നറിയപ്പെട്ടത് ഈ ഒരു 3 ഗോത്രങ്ങളിലെ ആൾക്കാർ ഒന്നിച്ച് താമസിക്കുമ്പോഴുള്ള ജീവിത ക്രമീകരണത്തിനും തർക്കങ്ങളില്ലായ്മ ചെയ്യാനും വേണ്ടിയിട്ട് സംവിധാനം ആവശ്യമായിട്ട് വന്നു. അങ്ങനെ ഈ ഒരു വിവിധ വിഭാഗങ്ങളെ നേതാക്കളോടൊപ്പം ഇരുന്ന് ഒരു കരാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കി. അതിനെ പിന്നീട് മദീന കരാർ എന്നാണ് പറയപ്പെട്ടിരുന്നത്. ആ മദീന കരാറിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളടക്കം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, മുസ്ലിങ്ങളും ജൂതന്മാരും ബഹുദൈവ വിശ്വാസികളും ഒരു ദേശത്തെ ജനങ്ങളാണ്. മദീന കരാറിൻ്റെ ഉള്ളടക്കം മുസ്ലിങ്ങളും ജൂതന്മാരും ബഹുദൈവ വിശ്വാസികളും ഒരു ദേശത്തെ ജനങ്ങളാണ്. അപ്പോൾ ഇവിടെ 3 വിഭാഗക്കാരാണ് ഉണ്ടായത്. മുസ്ലിങ്ങളുണ്ട്, ജൂതന്മാരുണ്ട്, പിന്നെ അൻസാറുകളായ മുസ്ലിങ്ങൾ, ജൂതന്മാർ, ബഹുദൈവ വിശ്വാസികൾ. അവരൊരു ദേശത്തെ ജനങ്ങളാണ് എന്നതാണ് ഒന്നാമത്തെ ഉള്ളടക്കം. രണ്ടാമത്തെ ഉള്ളടക്കം, ഓരോരുത്തർക്കും അവരുടേതായ മതങ്ങളുണ്ട് ഈ 3 വിഭാഗക്കാർക്കും. പിന്നെ മൂന്നാമത്തേത്, മദീനയെ സംരക്ഷിക്കുക എന്നത് എല്ലാവരുടെയും കടമയാണ്. 3 വിഭാഗക്കാരായിരുന്നാലും ഈ ഒരു മദീനയെ സംരക്ഷിക്കുക, ഒരു സ്ഥലത്ത് താമസിക്കുന്നത് കൊണ്ട് ആ മദീനയെ സംരക്ഷിക്കുക എന്നുള്ളത് 3 പേരുടെയും ഉത്തരവാദിത്തമാണ്. പിന്നെ 4ാമത്തേത്, മദീന നിവാസികൾ ആരും മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടാൻ പാടില്ല. അവർ ഒരു അക്രമിയെയും സഹായിക്കാനും പാടില്ല. മദീന നിവാസികൾ ആരും മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടാൻ പാടില്ല.
അവർ ഒരു അക്രമിയെയും സഹായിക്കാനും പാടില്ല. അതായത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമം ഉണ്ടാവാനും പാടില്ല. മറ്റുള്ളവർ ആക്രമിക്കുന്ന ആളുകൾക്ക് ഒരു സഹായവും നൽകാനും പാടില്ല എന്നതായിരുന്നു 4ാമത്തെ ഉള്ളടക്കം, കരാറിൻ്റെ ഉള്ളടക്കം. അങ്ങനെ മദീന സുരക്ഷിതത്വവും നിറഞ്ഞ ഒരു സ്ഥലമായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഇത്രയും ഗോത്രക്കാരും 3 വിഭാഗക്കാരും ഉണ്ടായിട്ട് പോലും അവിടെ മദീന ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറി. ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുന്ന പ്രദേശമായി. ആളുകൾ ബഹുമാനത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചു. എല്ലാവരുടെയും അവകാശങ്ങളും കടമകളും ഉറപ്പിക്കാൻ ഈ കരാറിന് സാധിച്ചു. ഈ കരാർ ഉള്ളത് കൊണ്ട്, ആ കരാർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പാലിച്ചത് കൊണ്ട് അവിടെ സമാധാനം നിലനിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ആളുകൾക്കും നീതിയും സമാധാനവും ഇഷ്ടപ്പെട്ടിരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണിത്. എല്ലാ ആളുകൾക്കും നീതിയും സമാധാനവും ഇഷ്ടപ്പെട്ടിരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണിത്. എല്ലാ ആളുകൾക്കും നീതിയും സമാധാനവും ഇഷ്ടപ്പെട്ടിരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് അവിടെ ഉണ്ടായ നല്ല അന്തരീക്ഷം ഈ മദീന കരാറ് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇവിടെ ഒരു ബോക്സിൽ മദീന കരാറുണ്ട്. അതിൽ എന്താണ്? ഇസ്ലാമിലെ ആദ്യത്തെ ലിഖിത സിവിൽ ഭരണഘടന. മദീന കരാറിൻ്റെ ഉള്ളടക്കം നമ്മൾ മുൻ പേജിൽ പഠിച്ചു. ഇത് മദീന കരാറിനെ പറ്റിയിട്ടുള്ള 4 കാര്യങ്ങളാണ്. ഇസ്ലാമിലെ ആദ്യത്തെ ലിഖിത സിവിൽ ഭരണഘടനയാണ് മദീന കരാർ. പിന്നെ 2ാമത്തേത് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും സഹവർത്തിത്വവും പഠിപ്പിച്ചു മദീന കരാർ. നീതിയും സമത്വവും പ്രോത്സാഹിപ്പിച്ചു. ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിപ്പിച്ചു. ഈ മദീന കരാർ കൊണ്ടുണ്ടായ ഗുണങ്ങൾ തന്നെയാണ് ഇതൊക്കെ. പിന്നെ മുൻപത്തെ ഇതിൽ പഠിച്ചിട്ടുള്ളത് മദീന കരാറിൻ്റെ ഉള്ളടക്കം എന്തൊക്കെയാണ്, ഓരോ ആൾക്കാരും പാലിക്കേണ്ട കാര്യങ്ങളെന്ന് വിശദീകരിച്ചിട്ടുള്ള ഒന്നായിരുന്നു മദീന കരാർ. ഇനി നമുക്ക് ശരിയും തെറ്റും അടയാളപ്പെടുത്താം. നമുക്ക് പ്രവർത്തനം നോക്കാം. പ്രവർത്തനത്തിൽ ശരിയും തെറ്റും അടയാളപ്പെടുത്താം. 1ാമത്തേത്, മദീനയിലെത്തിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ഇതര മതസ്ഥരോട് സൗഹൃദം സ്ഥാപിച്ചു. മദീനത്തിലെ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 2ാമത്തേത്, മദീന കരാർ മുസ്ലിങ്ങളുടെ സുരക്ഷ മാത്രമാണ് പരിഗണിച്ചത്. മദീന കരാർ മുസ്ലിങ്ങളുടെ സുരക്ഷ മാത്രമല്ല പരിഗണിച്ചത്. അത് തെറ്റാണ്. മദീന കരാർ 3 വിഭാഗങ്ങളുടെയും, അതായത് അൻസാറുകളായ മുസ്ലിമുകളുടെയും ജൂതഗോത്രങ്ങളുടെയും ബഹുദൈവ വിശ്വാസികളുടെയും സുരക്ഷ പരിഗണിച്ചിട്ടുണ്ട്. പിന്നെ 3ാമത്തേത്, അൻസാറുകൾ ഔസ് ഹസ്രജ് ഗോത്രക്കാരായിരുന്നു. അൻസാറുകൾ എന്ന് പറയുന്നത് ഔസ് ഹസ്രജ് ഗോത്രങ്ങളിൽ പെട്ടവരായിരുന്നു. അത് ശരിയാണ്. മദീന കരാർ എല്ലാവരുടെയും അവകാശങ്ങളെ പരിഗണിച്ചിരുന്നു. മദീന കരാർ എല്ലാവരുടെ അവകാശങ്ങളെ പരിഗണിച്ചിരുന്നു. അത് ശരിയാണ്. ഇനി ചർച്ച ചെയ്യാം. മദീന കരാറിൻ്റെ അനിവാര്യത എന്തായിരുന്നു? എന്തുകൊണ്ടാണ് മദീന കരാർ വന്നിരുന്നത്? കാരണം അവിടെ ഈ 3 വിഭാഗം ആളുകളും ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ജീവിതം ക്രമീകരിക്കാനും തർക്കങ്ങളില്ലായ്മ ചെയ്യാനും ഒരു സംവിധാനം ആവശ്യമായി വന്നതുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതിബോധം മദീന കരാറിലൂടെ എങ്ങനെ വായിച്ചെടുക്കാം? പിന്നെ ഈ കരാറിൽ മൂല്യങ്ങളുടെ ഇക്കാലത്തെ പ്രസക്തി ഇന്ത്യൻ സാഹചര്യത്തിൽ ചർച്ച ചെയ്യുക. ഇനി നമുക്ക് ഉത്തരം എഴുതാം. പ്രവർത്തനം നോക്കാം. മദീനയിലെ പ്രധാന ജൂത ഗോത്രങ്ങൾ ഏതെല്ലാം? ഇതിലിപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഗോത്രങ്ങളെ പറ്റിയാണ്. അപ്പോൾ പ്രധാന ഗോത്രങ്ങൾ എന്തൊക്കെയാണ്? മദീനയിലെ അൻസാരി ഗോത്രങ്ങളല്ല, ജൂത ഗോത്രങ്ങൾ ഏതാണ്? ജൂതഗോത്രങ്ങൾ ബനു കൈനുക്കാവ്, ബനു ഖുറൈള, ബനു നസീറാണ് ജൂതഗോത്രങ്ങൾ. പിന്നെയോ അൻസാരികളായ മുസ്ലിങ്ങളുള്ള അവരുടെ ഗോത്രങ്ങളാണ് ഔസും ഹസ്രജും. അങ്ങനെ പ്രത്യേകം പഠിക്കാനായിട്ടുണ്ട്. വിവിധ വിഭാഗങ്ങൾക്കിടയിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്താണ്? ഈ ഒരു വിഭാഗങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? ഒരു മദീന കരാർ ഉണ്ടാക്കി. മദീന കരാർ ഉണ്ടായ പ്രധാന നേട്ടങ്ങൾ എന്തെല്ലാം? മദീന കരാർ കൊണ്ടുണ്ടായ പ്രധാന നേട്ടങ്ങൾ ഇസ്ലാമിൽ എന്തൊക്കെയാണ് നേട്ടങ്ങൾ? ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും സഹവർത്തിത്വവും പഠിപ്പിച്ചു. പിന്നെ നീതിയും സമത്വവും ലഭിച്ചു. ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിച്ചു.
പിന്നെയോ നീതിയും സമത്വവും ഉണ്ടായി. പിന്നെ മദീന സുരക്ഷിതത്വം നിറഞ്ഞൊരു സ്ഥലമായി, ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുന്ന പ്രദേശമായി, ആളുകൾ ബഹുമാനത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചു. എല്ലാവരുടെ അവകാശങ്ങളും കടമകളും ഉറപ്പിക്കാൻ ഈ കരാറിന് സാധിച്ചു. അപ്പോൾ മദീന കരാർ കൊണ്ടുണ്ടായ ഗുണങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങളാണ് അതൊക്കെ. പിന്നെ മദീന കരാർ എന്താണ്, മദീന കരാറിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ളത് പഠിക്കാനുണ്ട്. പിന്നെ മദീന കരാർ കൊണ്ടുണ്ടായ നേട്ടങ്ങൾ അത് തന്നെ. പിന്നെ അപ്പോൾ ഇതിൽ 2 ഗോത്രങ്ങളെ പറ്റി പഠിക്കാനാണ് ഉള്ളത്. ഔസ് ഹസ്രജ് ഗോത്രങ്ങളാണ് അൻസാരികളായ മുസ്ലിങ്ങൾ. പിന്നെ ബനു കൈനുക, ബനു ഖുറൈള, ബനു നസീറാണ് ജൂത ഗോത്രങ്ങൾ. അത് മാറിപ്പോകാൻ പാടില്ല. അങ്ങനെ 3 ഗോത്രങ്ങളായിട്ടായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു പാഠപുസ്തകത്തിൽ ഈ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത് 3 ഗോത്രങ്ങൾ, 3 വിഭാഗങ്ങൾ, ഏതൊക്കെ ഗോത്രങ്ങളാണ്, ഏതൊക്കെ വിഭാഗങ്ങളാണ്, പിന്നെ മദീന കരാറിൻ്റെ ഉള്ളടക്കം, മദീന കരാർ എന്തിനായിരുന്നു ഉണ്ടാക്കിയത്, മദീന കരാർ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്.